ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന് ബാക്കി ഭാഗമാണ് ഇന്ന് എടുക്കുന്നത്. അതായത് 12ാമത്തെ ചാപ്റ്റർ ആയ കാർഷിക മേഖലയും നൂതന പ്രവണതകളും എന്നുള്ള ഈ ഒരു യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇതിന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്താണ്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികളാണ് കേട്ടോ. കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൃഷി രീതികളെ പറ്റിയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മൾ നോക്കാം കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ കാലാവസ്ഥ എന്താണ് കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വാർത്താ തലക്കെട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും കാർഷിക മേഖലയെ ബാധിക്കുന്നു. നെല്ലിന് താങ്ങുവില പ്രഖ്യാപിച്ചില്ല, കർഷകർക്ക് ഇത് പരീക്ഷണകാലം. കാർഷിക മേഖല പ്രതിസന്ധിയിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങുന്നു. ശാസ്ത്രീയ ജലസേചനം കാർഷിക മേഖലയ്ക്ക് അനിവാര്യം. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്ന ചെറുകിട കർഷകരിൽ ഭൂരിഭാഗവും രാസവളങ്ങളുടെ ഉയർന്ന വില താങ്ങാൻ കഴിയാത്തവരാണ്. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്ന ചെറുകിട കർഷകരിൽ ഭൂരിഭാഗവും രാസവളങ്ങളുടെ ഉയർന്ന വില താങ്ങാൻ കഴിയാത്തവരാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനാവാത്ത അവസ്ഥ, മൂലധനത്തിന്റെ അഭാവം, വർദ്ധിച്ച ഉൽപാദന ചെലവ് എന്നിവ കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താവാനാവാത്ത അവസ്ഥ, മൂലധനത്തിന്റെ അഭാവം, വർദ്ധിച്ച ഉൽപാദന ചെലവ്, ഇതൊക്കെ എന്താണ് കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്നു. പിന്നെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത അനുദിനം കുറഞ്ഞു വരുന്നതും വിത്തിനും ജലസേചനത്തിനും വേണ്ടി വരുന്ന വലിയ ചെലവും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾക്ക് പുറമെ മറ്റെന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇനി കൊടുത്തത്? വിള പരിവർത്തനത്തെ അവഗണിക്കുന്നു, വിള പരാജയം അല്ലെങ്കിൽ വിളനാശം, കാർഷിക കടം, അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത കുറവ്, കാർഷിക ഗവേഷണത്തിന്റെ അപര്യാപ്തത, വായ്പാ ലഭ്യതയും തിരിച്ചടവും, കാർഷിക ഉൽപ്പന്നങ്ങളുടെ കുറഞ്ഞ വില, യന്ത്രവൽക്കരണത്തിന്റെ അപര്യാപ്തത, കാലാവസ്ഥാ വ്യതിയാനം. ഇതൊക്കെ എന്താണ് കാർഷിക മേഖലയിൽ കർഷകർ എന്താണ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. പുത്തൻ കാർഷിക പ്രവണതകൾ, കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കി. ഈ വെല്ലുവിളികൾ നേരിടുന്നതിനായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി വീട്ടിലും വിദ്യാലയത്തിലും കൃഷി നടപ്പിലാക്കുന്നതിനും കൃഷി ഒരു സംസ്കാരമായി വളർത്തിയെടുക്കുന്നതിനും വേണ്ടി കേരള സർക്കാരിന്റെ ഈ പ്രതിജ്ഞ നമുക്ക് ഏവർക്കും ചൊല്ലിയെടുക്കാം. നമ്മ കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് എന്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഞങ്ങളും കൃഷിയിലേക്ക് കേട്ടോ, ഞങ്ങളും കൃഷിയിലേക്ക്. കൃഷി ഒരു സംസ്കാരമാണ്. അതിനേക്കാൾ ഉപരി കൃഷി എന്നത് ജീവിതമാണെന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. ആദ്യം മനസ്സിലും തുടർന്ന് മണ്ണിലും കൃഷി എത്തിക്കുകയും അതൊരു കേരള ചാരുതയായി മാറ്റുകയും ചെയ്യുന്ന ഞങ്ങളും കൃഷിയിലേക്ക് എന്ന സംരംഭത്തിന് ജീവൻ പകർന്ന് നല്ല വിത്ത് നല്ല മണ്ണിലെത്തിച്ച് ജീവജലം പകർന്ന് മറ്റൊരു പരിചരണം നൽകി നല്ല വിളവുണ്ടാക്കാൻ എപ്പോഴും ഒപ്പമുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയെ ഓരോ വീടിന്റെയും ഓരോ നാടിന്റെയും പദ്ധതിയാക്കി മാറ്റാൻ ഞങ്ങൾ കൈമെയ് മറിഞ്ഞിറങ്ങുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. അപ്പൊ ഇതെന്താണ്? ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കർഷകർക്കുള്ള ഒരു പ്രതിജ്ഞ ആണ് കേട്ടോ. ഇനി കാർഷികാധിഷ്ഠിത ചെറുകിട കുടിൽ വ്യവസായങ്ങളാണ്. ഈ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ അസംസ്കൃത വസ്തുക്കൾ കാർഷിക വിഭവങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? അതായത് പപ്പടത്തിൽ നമ്മൾ ഉയർന്നാണ് യൂസ് ചെയ്യുന്നത് അസംസ്കൃത വസ്തുവായിട്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും അതുപോലെ എന്താണ് ഇവിടെ സ്പൈസസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അച്ചാറ്, ജാം, ഇതിലൊക്കെ നമ്മൾ എന്താണ് അസംസ്കൃത വസ്തുവായിട്ട് യൂസ് ചെയ്യുന്നത് കാർഷിക മേഖലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രൊഡക്റ്റ് ആണ് അല്ലെ, ഉൽപ്പന്നങ്ങളാണ്. കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയുള്ള പരിഹാരമാണ് കാർഷികാധിഷ്ഠിത ചെറുകിട കുടിൽ വ്യവസായങ്ങൾ. കാർഷിക വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തി നമുക്ക് ചുറ്റും തദ്ദേശീയമായി പ്രവർത്തിക്കുന്ന ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നിക്ഷേപം 10 കോടിയിൽ കൂടാത്തതും വാർഷിക വിറ്റുവരവ് 50 കോടി താഴുന്നതുമായ വ്യവസായങ്ങളാണ് ചെറുകിട കുടിൽ വ്യവസായങ്ങൾ. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് പറയുന്നത്.
എന്താണ് ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറയുന്നത്? നിക്ഷേപം 10 കോടിയിൽ കൂടാത്തത്, 10 കോടി താഴെയുള്ളത് കേട്ടോ. അതുപോലെ വാർഷിക വിറ്റുവരവ് 50 കോടിയിൽ താഴെയുള്ളതുമായ വ്യവസായങ്ങളെയാണ് ചെറുകിട കുടിൽ വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിക്ഷേപം 10 കോടിയിൽ കൂടാത്തതും വാർഷിക വിറ്റുവരവ് 50 കോടിയിൽ താഴെയുള്ളതുമായ വ്യവസായങ്ങളാണ് ചെറുകിട കുടിൽ വ്യവസായങ്ങൾ. ഒരു വ്യക്തിയോ കുടുംബമോ പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങൾ പരമ്പരാഗത സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതാണ് കുടിൽ വ്യവസായം. എന്താണ് കുടിൽ വ്യവസായം? ഒരു വ്യക്തിയോ കുടുംബമോ പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങൾ പരമ്പരാഗത സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതാണ് കുടിൽ വ്യവസായം. ഇതിന് പ്രാരംഭ നിക്ഷേപം കുറവാണ്. അപ്പൊ കുടിൽ വ്യവസായങ്ങൾക്ക് പ്രാരംഭ നിക്ഷേപം കുറവായിരിക്കും. അപ്പൊ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ ഒന്നിച്ചു ചേർന്നങ്ങാന് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു വ്യവസായം ആരംഭിക്കുകയാണ് അല്ലെ, ഇതിൽ പ്രാരംഭ നിക്ഷേപം കുറവായിരിക്കും. കുടിൽ വ്യവസായത്തിൽ കുടുംബാംഗങ്ങളുടെ തൊഴിൽ ശക്തി മാത്രമാണ് പ്രയോജനപ്പെടുത്തുന്നത്. നെയ്ത്ത്, പരവതാനി നിർമ്മാണം, തുകൽ വ്യവസായം, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, ചെറുകിട ഭക്ഷ്യ സംസ്കരണശാലകൾ എന്നിവ കുടിൽ വ്യവസായങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ലോകത്താകമാനമുള്ള നിരവധി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥകളുടെ നട്ടെല്ലാണ് കുടിൽ വ്യവസായങ്ങൾ. അപ്പൊ ഇവിടെ പഠിക്കാനുള്ള പോയിന്റ് ഞാൻ പറഞ്ഞു. നിക്ഷേപം 10 കോടിയിൽ കൂടാത്തതും വാർഷിക വിറ്റുവരവ് 50 കോടിയിൽ താഴെയുള്ളതുമായ വ്യവസായങ്ങളാണ് ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. പിന്നെന്താണ് കുടിൽ വ്യവസായം? ഒരു വ്യക്തിയോ കുടുംബമോ പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങൾ പരമ്പരാഗത സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതാണ് കുടിൽ വ്യവസായം. ഇതിന് പ്രാരംഭ നിക്ഷേപം കുറവാണ്. ഇനി അഗ്രോ പാർക്കാണ് കേട്ടോ. അഗ്രോ പാർക്ക് എന്ന കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന സംസ്കരണ വേദികളാണ് അഗ്രോ പാർക്കുകൾ. കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കുന്നതിലൂടെ കർഷകരുടെ വരുമാനം ഉറപ്പാക്കുന്നു. കൃഷി വകുപ്പിന് കീഴിലാണ് അഗ്രോ പാർക്കുകൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്താ അഗ്രോ പാർക്ക് എന്നാണ്? കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന സംസ്കരണ വേദികളാണ് അഗ്രോ പാർക്കുകൾ. അതായത് കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കുന്നതിലൂടെ കർഷകരുടെ വരുമാനം ഉറപ്പാക്കുന്നു. കൃഷി വകുപ്പിന് കീഴിലാണ് അഗ്രോ പാർക്കുകൾ പ്രവർത്തിക്കുന്നത്. ഇനി കാർഷികാധിഷ്ഠിത ചെറുകുടിൽ വ്യവസായങ്ങളുടെ മാറുന്ന മുഖമാണ്. അതായത് കാർഷികാധിഷ്ഠിത സ്റ്റാർട്ടപ്പുകൾക്ക് ഇന്ന് പ്രചാരമേറി വരികയാണ്. സർക്കാർ ഇത്തരം സ്റ്റാർട്ടപ്പുകൾക്ക് വളരെയധികം പ്രോത്സാഹനം നൽകുന്നുണ്ട്. പൊടിക്കുക, അരയ്ക്കുക, പാക്ക് ചെയ്യുക തുടങ്ങിയ ലളിതമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയെ പലതരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന രീതിയിലുള്ള ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്ക് ഇന്ന് പ്രാധാന്യമേറിയിട്ടുണ്ട്. കമുകിൻ പാള ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, ഫലവർഗ്ഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ പ്രധാനമായും കാർഷിക ഉൽപ്പന്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. ഓക്കെ, ഇനി കൈത്തറി വ്യവസായം. മഹാത്മാഗാന്ധിന്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെയും ആവശ്യകരമായി നൂലും നെയ്ത്തും ഞാൻ കണക്കാക്കുന്നു. ഇങ്ങനെ ആരാ പറഞ്ഞത്? മഹാത്മാഗാന്ധിയാണ് കേട്ടോ. അതായത് കൈത്തറിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണിവ. ഇന്ത്യയിലെ അസംഘടിത സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഒന്നാണ് കൈത്തറി മേഖല. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ സംഘടിതമല്ല അസംഘടിത സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഒന്നാണ് കൈത്തറി മേഖല. ഗ്രാമീണ അർദ്ധഗ്രാമീണ ജനവിഭാഗങ്ങളുടെ ഉപജീവനത്തിന്റെ അവിഭാജ്യ ഘടകവും സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിന്റെ സ്രോതസ്സുമാണ് ഈ മേഖല. രാജ്യത്തെ തുണി ഉൽപാദനത്തിൽ കൈത്തറി മേഖലയുടെ സംഭാവന ചെറുതല്ല. കേരളത്തിലെ ഒരു പ്രധാന പരമ്പരാഗത ചെറുകിട കുടിൽ വ്യവസായമാണ് കൈത്തറി. കയർ മേഖല കഴിഞ്ഞാൽ തൊഴിൽ നൽകുന്ന കാര്യത്തിൽ അടുത്ത സ്ഥാനം കൈത്തറി മേഖലയ്ക്കാണ് കേട്ടോ. അപ്പോ കയർ മേഖല കഴിഞ്ഞാൽ തൊഴിൽ നൽകുന്ന കാര്യത്തിൽ അടുത്ത സ്ഥാനം കൈത്തറി മേഖലയ്ക്കാണുള്ളത്. ഓക്കെ, അടുത്ത ഹെഡിങ് ആണ് കാർഷിക വിപണി. എന്താണ്? നാട്ടുചന്ത, പച്ചക്കറിക്കട, ഹൈപ്പർ മാർക്കറ്റ്, ഓൺലൈൻ മാർക്കറ്റ്, ഇതിനൊക്കെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. കാർഷിക വിഭവങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും രാജ്യത്ത് നിലവിലുള്ള ചില സംവിധാനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇനി ഇവിടെ നിന്ന് നിങ്ങളുടെ വീട്ടിൽ കാർഷിക വിഭവങ്ങൾ വാങ്ങുന്നത് എവിടെ നിന്നാണ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് കാർഷിക വിപണി. കാര്യക്ഷമമായ ഒരു കാർഷിക വിപണി കാർഷിക പുരോഗതിക്ക് അത്യാവശ്യമാണ്. സാധ്യമായ ഏറ്റവും മികച്ച വരുമാനം ലഭിക്കുന്നതിന് പ്രാഥമിക ഉൽപാദകരെ പ്രാപ്തരാക്കുക, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം നിലനിർത്തിക്കൊണ്ട് ന്യായമായ വില ലഭ്യമാക്കുക എന്നിവയാണ് കാർഷിക വിപണിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കൃഷിയും കൃഷി രീതികളും സ്മാർട്ടാക്കാനായി വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കുന്നതാണ് ഖദിറാപ്പ്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഖദിറാപ്പ്? ഇത് ഇമ്പോർട്ടന്റ് ആണ്. കൃഷിയും കൃഷി രീതികളും സ്മാർട്ടാക്കാനായി വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയതാണ് ഖദിറാപ്പ്.
എന്താണ് കതിർ ആപ്പിന്റെ ഫുൾ ഫോം എന്താണ്? കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി ആണ് കേട്ടോ. കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി കതിർ. കാലാവസ്ഥാ വിവരങ്ങൾ, വിള ഉപദേശങ്ങൾ, മാർക്കറ്റ് ഇന്റലിജൻസ് വിവരങ്ങൾ, കാർഷിക പദ്ധതി വിവരങ്ങൾ, കൃഷിഭൂമി സംബന്ധമായ വിവരങ്ങൾ എന്നിവ ഈ ആപ്പിലൂടെ ലഭ്യമാകും. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? കാലാവസ്ഥാ വിവരങ്ങൾ, വിള ഉപദേശങ്ങൾ, മാർക്കറ്റ് ഇന്റലിജൻസ് വിവരങ്ങൾ, കാർഷിക പദ്ധതി വിവരങ്ങൾ, കൃഷിഭൂമി സംബന്ധമായ വിവരങ്ങൾ ഇതൊക്കെ ഈ ഒരു ആപ്പിലൂടെ ലഭ്യമാകും കേട്ടോ. ഈ ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് തിരിച്ചറിയൽ കാർഡും ലഭിക്കുന്നതാണ്. അപ്പൊ കതിർ ആപ്പിന്റെ ഫുൾ ഫോം ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി. അടുത്ത ഹെഡിങ് കർഷകരും വിപണിയും. കാർഷിക ഉൽപ്പന്നങ്ങൾ എവിടേക്കൊക്കെയാണ് വിൽപ്പനയ്ക്കായി പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? കർഷക ഉൽപാദന സംഘങ്ങളിലേക്ക്, സഹകരണ സംഘങ്ങളിലേക്ക്, ഡിജിറ്റൽ വിപണിയിലേക്ക്, കാർഷികാധിഷ്ഠിത വ്യവസായങ്ങളിലേക്ക്, അതുപോലെ കയറ്റുമതിക്കയക്കും, അതുപോലെ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക്, ചില്ലറ വ്യാപാരികൾക്കും. ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കേണ്ടത് കർഷകരുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വില ലഭിക്കുന്ന വിപണികൾ കണ്ടെത്താൻ കർഷകർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓൺലൈൻ വിപണികൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ കർഷകരും ഉപഭോക്താക്കളും തമ്മിൽ ഇടനിലക്കാരില്ലാതെയുള്ള വിപണനം സാധ്യമാകുന്നു. ഇനി വിവിധതരം കാർഷിക വിപണികളാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ശ്രദ്ധിക്കുക. വിവിധതരം കാർഷിക വിപണികൾ. ഘടനാപരവും പ്രവർത്തനക്ഷമവുമായ വിപണികൾ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് അനിവാര്യമാണ്. സംഘടിത കാർഷിക വിപണി അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് അഗ്രികൾച്ചർ മാർക്കറ്റ് എന്നും അസംഘടിത കാർഷിക വിപണി അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് അഗ്രികൾച്ചർ മാർക്കറ്റ് എന്നും കാർഷിക വിപണിയെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്നവയാണ് സംഘടിത കാർഷിക വിപണികൾ. ഗവൺമെന്റിന്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്ന വിപണിയാണ് സംഘടിത കാർഷിക വിപണികൾ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് അഗ്രികൾച്ചർ മാർക്കറ്റ്. പ്രധാനമായും APMC നിയമങ്ങൾക്കനുസരിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. APMC നിയമങ്ങൾ ട്ടോ നോക്കാം. എന്നാൽ പ്രത്യേക ഘടനയില്ലാതെ പ്രവർത്തിക്കുന്നവയാണ് അസംഘടിത കാർഷിക വിപണി. അതായത് ഗവൺമെന്റിന്റെ ചട്ടങ്ങളോ നിയമങ്ങൾക്കൊന്നും അനുസൃതമല്ലാതെ പ്രവർത്തിക്കുന്ന വിപണികളാണ് അസംഘടിത കാർഷിക വിപണികൾ. അപ്പൊ എന്താണ് APMC നിയമങ്ങൾ? അതായത് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി, APMC അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അതായത് വൻകിട ചില്ലറ വ്യാപാരികളുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി രാജ്യത്തെ സംസ്ഥാന ഗവൺമെന്റുകൾ സ്ഥാപിച്ച മാർക്കറ്റിംഗ് ബോർഡാണ് APMC. സംസ്ഥാന ഗവൺമെന്റുകളാണ് കേട്ടോ. അതായത് കാർഷിക ഉൽപ്പന്ന വിപണന നിയന്ത്രണ നിയമം, അതായത് APMR ആക്ട്, കാർഷിക ഉൽപ്പന്ന വിപണന നിയന്ത്രണ നിയമമായ APMR ആക്ട് വഴിയാണ് സംസ്ഥാനങ്ങൾ APMCയെ നിയന്ത്രിക്കുന്നത്. അപ്പൊ APMCന്റെ ഫുൾ ഫോം നോക്കുക, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റിയാണ്. സംസ്ഥാന ഗവൺമെന്റുകൾ, അതായത് രാജ്യത്തെ സംസ്ഥാന ഗവൺമെന്റുകളാണ് ഈ ഒരു സ്ഥാപിച്ചിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ബോർഡാണ് ഈ ഒരു APMC. അടുത്തത് ഗ്രാമീണ പ്രാഥമിക വിപണികളാണ്, റൂറൽ പ്രൈമറി മാർക്കറ്റ്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് എത്തിക്കുന്ന വിപണികളാണ് ഗ്രാമീണ പ്രാഥമിക വിപണികൾ. ചെറിയ ഗ്രാമങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതും ഗ്രാമത്തിലെ വ്യക്തികൾ പ്രധാന വിൽപ്പനക്കാരും ഉപഭോക്താക്കളുമായുള്ള കൈമാറ്റ സംവിധാനമാണ് ഗ്രാമീണ പ്രാഥമിക വിപണികൾ. വിപണികൾ ആഴ്ചയിൽ 1-2 തവണ തുറസായ സ്ഥലങ്ങളിലാണ് കൂടുന്നത്. ഉദാഹരണം ഗ്രാമീണ ചന്തകളും ഹാറ്റുകളൊക്കെ ഗ്രാമീണ പ്രാഥമിക വിപണികൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അടുത്തത് വില്ലേജ് ഹാറ്റുകൾ, മണ്ടികൾ, ഫെയർ മേളകൾ. എന്താണ് വില്ലേജ് ഹാറ്റുകൾ? ഒരു ഗ്രാമത്തിലെ ഉൽപാദകർ, ഇടനിലക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒത്തുകൂടുന്ന വിപണികളാണ് ഹാറ്റുകൾ. അടുത്തത് എന്താണ് മണ്ടികൾ? ജില്ലാ ആസ്ഥാനങ്ങളിലും മറ്റു പട്ടണങ്ങളിലും ദൈനംദിന ഇടപാടുകൾക്കുള്ള സ്ഥിരമായ മൊത്തവ്യാപാര വിപണികളാണ് മണ്ടികൾ എന്ന് പറയുന്നത്. അടുത്തത് ഫെയർ മേളകൾ. എന്താ? മതപരമായ ഉത്സവങ്ങളുടെ സമയത്തോ അതുപോലെ എന്താണ് പ്രാദേശിക ഉത്സവങ്ങളുടെ സമയത്തോ മാത്രം തീർത്ഥാടന സ്ഥലങ്ങളിലും പ്രധാന കേന്ദ്രങ്ങളിൽ നടത്തുന്ന വിപണികളാണ് ഈ ഒരു ഫെയർ മേളകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ എന്താണ്? നമ്മുടെ ഗ്രാമീണ ചന്തകൾക്ക് ഉദാഹരണമാണ്. അടുത്തത് മൊത്ത വ്യാപാര വിപണികൾ അഥവാ ദ്വിതീയ മൊത്ത വ്യാപാര വിപണികൾ.
എന്താ നോക്കാം. കൃഷിയിടങ്ങളുമായി ബന്ധപ്പെട്ട നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന വിപണികളാണിവ. ഉൽപാദകരായ കർഷകർ തന്നെയാണ് ഇവിടേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത്. ജില്ലാ തലസ്ഥാനങ്ങളിലോ റെയിൽവേ സ്റ്റേഷന് സമീപമോ ഉള്ള വിപണന കേന്ദ്രങ്ങളാണിവ. ഗ്രാമീണ കർഷകരും മൊത്ത വ്യാപാരികളും തമ്മിലാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. അതായത് കർഷകരും മൊത്ത വ്യാപാരികളും തമ്മിലുള്ള ഒരു കച്ചവടമാണ് എന്ത്, ഇതിന്റെ മൊത്ത വ്യാപാര വിപണികൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ മറ്റു വിപണികളിൽ നിന്നും ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കാറുണ്ട്. ഉദാഹരണം മണ്ടികളൊക്കെ എന്താണ്, മൊത്ത വ്യാപാര വിപണികളാണ്. പിന്നെ കേരള ഗ്രോ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം ഊർജിതമാക്കാനും അതുവഴി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ഉൽപ്പന്നങ്ങൾക്ക് ന്യായവിലക്ക് ഉപഭോക്താക്കൾക്ക്, അതായത് ഉൽപ്പന്നങ്ങൾ ന്യായവിലക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനും കേരള ഗ്രോ എന്ന ഏകീകൃത ബ്രാൻഡിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം കൃഷി വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ കൃഷി വകുപ്പ് ആരംഭിച്ചൊരു പദ്ധതിയാണ് കേരള ഗ്രോ. സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കർഷക ഉൽപാദന സംഘങ്ങളുടെയും പിന്തുണയോടെയാണ് സംസ്ഥാനത്ത് കാർഷിക വിപണനം നടക്കുന്നത്. നഗര ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വിപണന ശൃംഖലകളിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. കേരളത്തിലെ മൊത്ത വ്യാപാര വിപണികളുടെ 3 നഗരപ്രദേശത്തും 3 ഗ്രാമപ്രദേശത്തും പ്രവർത്തിക്കുന്നു. ഇവ കൂടാതെ 5 ജില്ലാ സംഭരണ വിപണന കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. കൃഷി വകുപ്പിന് കീഴിലുള്ള ഈ കേന്ദ്രങ്ങൾ കേരള സർക്കാരിന്റെ വിപണി നിയമങ്ങൾക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇനാമിന് കീഴിൽ 6 മൊത്ത വ്യാപാര വിപണികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവ കൂടാതെ വിവിധ തരത്തിലുള്ള പ്രാദേശിക വിപണന കേന്ദ്രങ്ങൾ നേരിട്ടും കർഷക കൂട്ടായ്മ വഴിയും കാർഷിക ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് വിപണനം സാധ്യമാക്കുന്നുണ്ട്. ഇനാം എന്താണ്, എന്താ പറഞ്ഞിട്ടുള്ളത്? ഇനാം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടാനുസരണം വിൽക്കുന്നതിനായി സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയാണ് ഇനാം കേട്ടോ. അതായത് കാർഷിക വിപണി, നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ്, അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ഇനാം എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് ആണ്. ഓക്കെ. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വനവിഭവങ്ങളുടെയും വിപണനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, നെഫീഡ് കേട്ടോ. അപ്പൊ എന്താണ്, ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വനവിഭവങ്ങളുടെയും, ഇമ്പോർട്ടന്റ് ആണ്, വനവിഭവങ്ങൾ ഉൾപ്പെടുന്നു കേട്ടോ, വിപണനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇതിനൊക്കെ ഫുൾ ഫോം ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. ഏകദേശം നമുക്ക് നെഫീഡ് എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതിപ്പോ കാർഷിക ഉൽപ്പന്നങ്ങളെയും വനവിഭവങ്ങളുടെയും വിപണനമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാം. പക്ഷെ എന്താണ്, ഇതിന്റെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് ഫുൾ ഫോം? നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംയോജനവും മൂല്യവർദ്ധനവ്, ഗ്രേഡിംഗ്, ബ്രാൻഡിംഗ്, പാക്കിംഗ് തുടങ്ങിയ സേവനങ്ങളും ഏറ്റെടുത്ത് നടത്തുക വഴി പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ PACS ഗ്രാമീണ കാർഷിക പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുന്നു. അപ്പൊ എന്താണ് പ്രൈമറി, എന്താ പറഞ്ഞത്? പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് പാക്സിന്റെ ഫുൾ ഫോം എന്താണ്? പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഇനി കാർഷിക വിപണി നേരിടുന്ന വെല്ലുവിളികൾ നമ്മൾ നേരത്തെ നോക്കിയാണ്. ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തത, വിപണി നേരിടുന്ന വെല്ലുവിളികളാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികളാണ് നോക്കിയത്. ഇപ്പൊ കാർഷിക വിപണി നേരിടുന്ന വെല്ലുവിളികളാണ് ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തത, അതുപോലെ എന്താ വായ്പകളുടെ ലഭ്യതക്കുറവ്, വിപണി വിവരങ്ങളുടെ അപര്യാപ്തത, സംഭരണശാലകളുടെ അപര്യാപ്തത, ഇറക്കുമതി നയങ്ങൾ, ഇടനിലക്കാരുടെ ചൂഷണം. ഇതൊക്കെ കാർഷിക വിപണി നേരിടുന്ന വെല്ലുവിളികളാണ്. അടുത്തത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. കേരളത്തിലെ കർഷകർക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ പഴം, പച്ചക്കറി കൃഷി നടപ്പിലാക്കുന്നതിന് വിത്ത് മുതൽ വിപണനം വരെയുള്ള വിവിധ കാർഷിക പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന എന്നാണ് VFPCKയുടെ ലക്ഷ്യം. ഓക്കെ, എന്താണ് ഫുൾ ഫോം? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. അടുത്തത് കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളാണ്. കർഷകരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും പരിഹരിക്കുന്നതിനും പുതിയ കാർഷിക സാങ്കേതിക വിദ്യകളും കഴിവുകളും കൈമാറുന്നതിനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, ഐക്കെയർ ആട്ടോ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് രാജ്യത്ത് ആകമാനം സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ. വിവിധ തരം തോട്ടവിളകൾ, ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ എന്നിവയിലെ കൃഷിക്ക് അനുകൂലമായ വൈവിധ്യമാർന്ന കാർഷിക കാലാവസ്ഥാ സാഹചര്യങ്ങളും ചെറിയ കൃഷിയിടങ്ങളും കേരളത്തിലെ കാർഷിക മേഖലയുടെ സവിശേഷതകളാണ്.
കൃഷിവകുപ്പ്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കേരള കാർഷിക സർവകലാശാല, വിവിധ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, കാർഷിക ഉൽപാദന സംഘങ്ങൾ തുടങ്ങിയവ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയിലുണ്ടായ പുരോഗതി കാർഷിക മേഖലയിൽ പുതിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഭക്ഷ്യസുരക്ഷയും പാരിസ്ഥിതിക സുസ്ഥിരതയും കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സാങ്കേതിക വിദ്യയിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഭാവി തലമുറയുടെ ഭക്ഷ്യസുരക്ഷയും രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയും നിലനിർത്താൻ ഉതകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പുത്തൻ തലമുറയാകണം നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ കേട്ടോ. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കും കേട്ടോ. അതുപോലെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.